ഇന്ന് നമുക്ക് ഒരു അടമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. അടുപ്പ് കത്തിച്ച് ഒരു ചെറിയൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് അല്പം ഉലുവ ഇട്ട് ഒന്ന് മൂത്ത് പൊട്ടിക്കഴിയുമ്പോൾ അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഉരുളിച്ചരുവം വയ്ക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ച് കടുകിട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി അത് ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 4½ ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇടുക. നമ്മൾ മാങ്ങയിൽ നേരത്തെ ഉപ്പിട്ട് ഉണക്കിയത് കൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി. അതിലേക്ക് കായപ്പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്ത് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ അടമാങ്ങ അതിലേക്കിട്ട് അതിൻ്റെ അരപ്പ് എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ അത് ഒരു 5 മിനിറ്റത്തേക്ക് ഒന്ന് ആവി കയറാനായിട്ട് അടച്ചു വയ്ക്കുക. നമ്മുടെ അടമാങ്ങ അച്ചാർ റെഡിയായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.